അപ്പൊ നമ്മുടെ ഏഞ്ചൽ ഫിഷിന്റെ ബ്രീഡിംഗ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നല്ലോ. അപ്പൊ 2 ദിവസം കൊണ്ട് തന്നെ പിടിച്ചിട്ട് 2 ദിവസം കൊണ്ട് തന്നെ ഇവന്മാര് ഈ ബ്രീഡിംഗ് ടാങ്കിൽ കടന്നിട്ട് നമ്മൾ ഇറക്കി വെച്ച് കൊടുത്ത എഗ് ചെയ്യാൻ ഇറക്കി വെച്ച് കൊടുത്ത സ്ലേറ്റ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് തുടങ്ങി ട്ടോ. സ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ച് കൊടുത്ത ഓടിന്റെ കഷ്ണം. ബ്രീഡിംഗ് സ്ലേറ്റ് എന്നാണ് നമ്മൾ പൊതുവെ പറയാറ്. പിന്നെ വേറെ ബ്രീഡിംഗ് സ്ലേറ്റ് വേറെ തന്നെ നമുക്ക് കിട്ടാണ്ട് ട്ടോ ഇവർക്കൊക്കെ ആയിട്ട് സെപ്പറേറ്റ്. പക്ഷെ നമ്മൾ അതൊന്നും മേടിച്ചിട്ടില്ല. ഓടിന്റെ കഷ്ണം PVC പൈപ്പ് ഒക്കെ വെച്ച് കൊടുത്താൽ മതി. ഏഞ്ചൽ ഫിഷിന്റെ ബ്രീഡിംഗ് കേസിൽ അവർ എഗ് ചെയ്യാൻ പോകുന്നതിന്റെ തൊട്ട് മുന്നുള്ള പ്രോസസ് ആട്ടോ നിങ്ങൾ കാണുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ വെച്ച് കൊടുത്ത ബ്രീഡിംഗ് സ്ലേറ്റ്, അതായത് ഓടിന്റെ കഷ്ണം ഇവർ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്, മെയിലും ഫീമെയിലും വന്നിട്ട്. അതിനുശേഷം ഇവർ എഗ് ചെയ്ത് തുടങ്ങുക. ഇപ്പൊ കാണുന്നതാണ് ഇവർ എഗ് ചെയ്ത് തുടങ്ങുന്ന പരിപാടി. ആദ്യം ഫീമെയിൽ പോയിട്ട് എഗ് ചെയ്യും, അതിന്റെ തൊട്ട് ബാക്കിലായിട്ട് മെയിൽ ഫെർട്ടിലിറ്റിയും ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ഇവരെ ഈ പ്രോസസ്സ് നടക്കുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ അതിന്റെ മുകളിൽ നീണ്ടു പോകാറുണ്ട്. അത് ഓരോരോ പെയറിന്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് അവരുടെ എഗ്ഗിന്റെ കൗണ്ട് അനുസരിച്ചിരിക്കും. അപ്പൊ ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ എഗ് കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എഗ്ഗ് മാറ്റി വെച്ചിട്ട് തന്നെ വിരിയിപ്പിക്കാം കേട്ടോ. എഗ്ഗ് മാറ്റി വെച്ച് വിരിയിപ്പിച്ചിട്ടും കാര്യമില്ല, ഈ മെയിലിന്റെ ഫെർട്ടിലിറ്റി കപ്പാസിറ്റി പോലെ ഇരിക്കും ഇതിന്റെ എഗ് ഹാച്ചിങ് റേറ്റ്. അപ്പൊ നമുക്ക് ബ്ലൂ മെഡിസിനും ചെറിയൊരു ബേസിനും ആവശ്യമുണ്ട് കേട്ടോ. ഞാൻ ബേസിനിലാണ് അധികം വെച്ച് വിരിയിപ്പിക്കാറ്. പിന്നെ അക്വേറിയത്തിലേക്ക് മാറ്റി വെക്കുന്നവരുണ്ട്, ബക്കറ്റിൽ മാറ്റി വെക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് ആദ്യമേ ഫീഡ് ചെയ്ത് കുട്ടികളെ റേസ് ചെയ്തെടുക്കുന്നവരുണ്ട് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതികളാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ചെറിയൊരു ബേസിനിലേക്ക് എഗ്ഗ് മാറ്റി വെച്ച് അതിൽ എയറേഷൻ കൊടുത്തിട്ട് 24 അവേഴ്സ് എയറേഷൻ കൊടുത്തിട്ടാണ് നമ്മൾ വിരിയിപ്പിക്കാറ്. ഏകദേശം ഒരു 3 ദിവസം കൊണ്ട് എഗ്ഗ് ഹാച്ച് ആവും. അതുപോലെ തന്നെ ഒരു 7 ദിവസം 6 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഫുള്ള് ഫ്രീ സ്വിമ്മിങ് ആവട്ടോ. ഈ കാണുന്ന ചെറിയ ബേസിലാട്ടോ എഗ്ഗ് ഹാച്ച് ചെയ്യാൻ നമ്മൾ ഇടാറ്. ഒരു 2 ദിവസമൊക്കെ ഇതിൽ ഇടുള്ളൂ ഹാച്ച് ആയി കഴിഞ്ഞതിന് ശേഷം. ആദ്യമേ ഫീഡ് ചെയ്ത് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലിയ ടാങ്കിലേക്ക് നമ്മൾ ഇറക്കും. അപ്പൊ നമുക്ക് പതിയെ ഗ്ലാസ് ഒക്കെ മാറ്റിയെടുക്കട്ടെ. ഈ എഗ്ഗ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഈ പെയറിന്റെ അഗ്രഷൻ ഒരു രക്ഷ ഉണ്ടാവില്ല. ഇനി നമുക്ക് എഗ്ഗ് എടുക്കണോ അതിന്റെ മുന്നേ നമുക്ക് ബേസിൽ വെള്ളം നിറയ്ക്കണം. ഈ സെയിം ടാങ്കിൽ വെള്ളം തന്നെ നിറയ്ക്കണം കേട്ടോ. വേറെ ഒന്നല്ല, വാട്ടർ പാരാമീറ്റേഴ്സ് ഒക്കെ സെയിം ആയിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. എഗ്ഗിനും അതറ്റാ നല്ലത്, കാരണം എഗ്ഗ് ഡാമേജ് ആയി പോകാൻ സാധ്യതയുണ്ട് നമ്മൾ വേറെ വെള്ളമൊക്കെ എടുത്തു കഴിഞ്ഞാൽ. അപ്പൊ റിസ്ക് ഒന്നും എടുക്കണ്ട, ഈ സെയിം വെള്ളം തന്നെ നിറയ്ക്കുക. പിന്നെ ഈ എഗ്ഗ് എടുക്കുന്ന സമയത്ത് ഇവന്മാരെ അഗ്രഷൻ കാരണം ചിലപ്പോൾ നമുക്ക് കൈക്ക് നല്ല കൊത്ത് കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ എടുത്ത് ഈ അക്വേറിയത്തിൽ നിന്ന് ഈ പെയർ എഗ്ഗ് ചെയ്ത് കിടന്ന അക്വേറിയത്തിൽ നിന്ന് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് വേണം ബ്ലൂ മെഡിസിൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. 1-2 ഡ്രോപ്പ് ആഡ് ചെയ്താൽ മതി. ഏകദേശം വെള്ളത്തിന്റെ ഈ ഒരു കളർ നോക്കിയിട്ടാണ് ഞാൻ മനസ്സിലാക്കാറ് കേട്ടോ. എന്നിട്ട് പതിയെ നമുക്ക് എഗ്ഗ് എടുക്കാം. ചിലപ്പോൾ കൈക്ക് ഒരു കൊത്ത കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിന് മുന്നേ ഒരുപാട് കിട്ടിയത്, അപ്പൊ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നൈസായിട്ട് ഇങ്ങ് എടുക്കണം കേട്ടോ. പിന്നെ ഒരുപാട് നേരം ഇതിനെ പുറത്തെടുത്ത് വെക്കാനും പാടില്ല. അപ്പൊ ഈ കാണുന്ന കേട്ടോ എഗ്ഗ് അത്യാവശ്യം നല്ല രീതിയിൽ കൗണ്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10-300 എഗ്ഗ് എങ്കിലും കാണും തോന്നുന്നു. അങ്ങനെ നമ്മൾ ബേസിനിലേക്ക് ഇറക്കി വെച്ച് ഇനി ഇതിൽ എയറേഷൻ കൊടുക്കണം കേട്ടോ. അപ്പൊ വെള്ളത്തിന്റെ അളവ് കുറച്ച് കുറവാണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഈ ബ്ലൂ മെഡിസിൻ ഒരുപാട് വിറ്റിച്ച് കളയരുത് കേട്ടോ. മാക്സിമം പോയ 3-4 ഡ്രോപ്സ് മാത്രം. കാരണം ഒരുപാടായാലും നമ്മുടെ എഗ്ഗ് ഹാച്ച് ആവാതിരിക്കാനും എഗ്ഗ് ഡാമേജ് ആവാനും സാധ്യതയുണ്ട്. പിന്നെ നിങ്ങളുടെ പാത്രത്തിന്റെ സൈസും വാട്ടറിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ആഡ് ചെയ്യുക. അപ്പൊ നമ്മൾ ഒരു ഡ്രോപ്പോട് ഇറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മളെ വാട്ടറിൽ അത്ര അങ്ങോട്ട് ആവാത്തോണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. പിന്നെ ഫസ്റ്റ് ടൈം ഒക്കെ ഏഞ്ചലിനെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കഴിയുന്നത് പേരൻസിന്റെ കൂടെ തന്നെ കുട്ടികളെ നിർത്തി എഗ്ഗ് നിർത്തി കുട്ടികളെ അവരെ കൂടെ തന്നെ വെച്ചിട്ട് റേസ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു പക്ഷേ 1-2 തവണ എഗ്ഗ് മൊത്തം കഴിക്കാൻ അല്ലെങ്കിൽ കുട്ടികളെ മൊത്തം കഴിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും കുറച്ച് നല്ല സെറ്റപ്പ് ആയിട്ട് തന്നെ പേരൻസിന്റെ കൂടെ നമുക്ക് ഗ്രോത്ത് ആക്കി എടുക്കാം കേട്ടോ. ഒരു ടൈം കഴിഞ്ഞാൽ നമുക്ക് പതിയെ മാറ്റാം. അങ്ങനെ നമ്മൾ എഗ്ഗ് മാറ്റി വെച്ചതാട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇതുപോലെ എയറേഷൻ 24 അവേഴ്സ് കൊടുക്കും. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ, അതായത് എഗ്ഗ് എച്ചായില്ലെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും കൂടെ കൂടുക.